the president of USA with the prime minister of Britain. അത് രണ്ടും കൂടെ കമ്പാരിസനാണ്. അമേരിക്കൻ പ്രസിഡൻറ്റും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5 മാർക്കിന് ചിലപ്പോൾ എന്താ ചോദിക്കാം. സോ the president of USA and the prime minister of Britain can be compared on following grounds. നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പ്രൈം മിനിസ്റ്ററിനെയും പ്രസിഡന്റിനെയും നമ്മൾ എന്താ കമ്പയർ ചെയ്യാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തത്, the term of office of US president is constitutionally fixed and he cannot be removed from office before the expiry of tenure unless impeached by the Congress. അപ്പം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് എന്താണ് നിശ്ചയിച്ചതാണ്. അപ്പോൾ അയാളുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പോ, അത് 4 വർഷമാണ് ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പുറത്താക്കാൻ കഴിയത്തില്ല. അല്ലാത്ത വർഷം അയാൾ എന്ത് ചെയ്യണം, ഇംപീച്ച് ചെയ്യണം. റിസൈൻ ചെയ്യാൻ പറ്റും, റിസൈൻ ചെയ്യാൻ വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. അല്ലാതെ എന്താ, ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സിന് പുറത്താക്കാം. അമേരിക്കൻ പാർലമെൻറ്റാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ്സിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പുറത്താക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്ന് അതുവഴി എന്ത് ചെയ്യണം, പുറത്താക്കണം. ഓൺ ദി അതർ ഹാൻഡ്, the prime minister continue in office so long as he enjoys the majority support of the parliament. അതേപോലെ തന്നെയാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. എന്താണ്, ആ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന് പാർലമെൻറ്റിൻ്റെ പിന്തുണ എത്രത്തോളം കാലമുണ്ടോ അത്രയും കാലം എന്ത് ചെയ്യാൻ കഴിയും, അധികാരത്തിൽ തുടരാനായിട്ട് കഴിയും. അപ്പോൾ അതാണൊരു ഫസ്റ്റ് കമ്പാരിസൺ, മോറോലെസ് ഈക്വലാണെന്ന് പറയാം അല്ലേ. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്താക്കാൻ കഴിയത്തില്ല. ബ്രിട്ടനിലും അതേപോലെ തന്നെ എന്താണ്, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉള്ളത്തോളം കാലം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അധികാരം തുടരാനായിട്ട് കഴിയും. രണ്ടാമത്തത്, the US president is indirectly elected by an electoral college through direct election. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഇലക്ഷനിൽ കൂടിയിട്ട് എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്ന ആളാണ്. അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. The Prime Minister of Britain is appointed by the Queen from among the members of Parliament based on majority support. ഇന്ത്യ പോലെ തന്നെയാണ് പാർലമെൻറ്റിൽ എന്താ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെ ബ്രിട്ടീഷ് കിങ് ഓർ ക്യൂൻ അതാരെ നിയമിക്കുന്നു, പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നു. The British Prime Minister represents a constituency from which he is selected, but the US President is not the representative of a constituency but the whole team. ഇനി ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ ബ്രിട്ടനിലെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും അല്ലേ. അപ്പോൾ അതായത് ആദ്യം ഇയാൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് പ്രധാനമന്ത്രി ആണെങ്കിൽ എന്താ വേണ്ടുന്നത്, ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ലോക്സഭ, ഇപ്പോൾ ഇന്ത്യ പറയുകയാണെങ്കിൽ ഏതെങ്കിലും എന്താ ഏത് ലോക്സഭ രാജ്യസഭ ഇന്ത്യയിൽ നമുക്ക് പറയാം, ലോക്സഭയിലെയോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും എന്താ മത്സരിച്ച് ജയിച്ച ആളാണ്. മത്സരമില്ല, എന്നാൽ രാജ്യസഭ മെമ്പർ മാറ്റണം. നമ്മുടെ പിന്നെ കഴിഞ്ഞ യു പി മിനിസ്റ്ററിൽ മൻമോഹൻ സിംഗ് എന്താ, അദ്ദേഹം ലോക്സഭ മെമ്പർ അല്ലായിരുന്നു, രാജ്യസഭയിൽ അംഗമായിരുന്നു. ഫസ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ രാജ്യസഭയിൽ അംഗമായിരുന്നു, പിന്നീടാണ് സെക്കൻഡ് ഇലക്ഷനിലാണ് മത്സരിക്കുന്നത്. ആദ്യം യു പി വന്നല്ലോ. അതുപോലെ തന്നെ എ കെ ആന്റണി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം എന്താ ലോക്സഭ മത്സരിച്ച് ജയിച്ച ആളല്ല, രാജ്യസഭയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്തല്ല, അദ്ദേഹം ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയല്ല, പിന്നെന്താ അവിടുത്തെ ജനങ്ങളുടെ ആകെയുള്ള ജനങ്ങളുടെയും പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. മൂന്നാമത്തത്, ദ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആര് തന്നെയാണ്, പ്രസിഡൻ്റാണ്. പക്ഷേ ബട്ട് ഇൻ ബ്രിട്ടൻ the prime minister is only the head of government. ഗവൺമെൻറ് ഹെഡ് മാത്രമേ ആവുന്നുള്ളൂ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കിങ് ഓർ ക്യൂൻ ആയിരിക്കും. ഇനി നാലാമത്തെ, ദ പ്രസിഡന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആൻഡ് ദെയർഫോർ നോട്ട് റെസ്പോൺസിബിൾ ടു ഇറ്റ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് നോട്ട് ദ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ അംഗമല്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ അംഗമല്ല എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ആൻഡ് ഹി ഷുഡ് നോട്ട് ഷോ എനി റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിനോട് യാതൊരു ഉത്തരവാദിത്വം ആർക്കില്ല, പ്രസിഡന്റിനില്ല. ബട്ട് ദ
British Prime Minister is a member of British Parliament and leaders of Parliament are therefore responsible. സാർ ഇത് അമേരിക്കൻ ബ്രിട്ടനോ പറയുന്നെങ്കിലും എല്ലാ പാർലമെന്ററിയും എല്ലാ പ്രസിഡൻഷ്യലിനും ഇത് ബാധകമാണ്. അപ്പം പിന്നെ അമേരിക്കനിലെ പറയുന്നത് നമ്മളെന്താ, അദ്ദേഹം ഇവിടുത്തെ അംഗമല്ല, പാർലമെൻറ്റിലെ അംഗമല്ല, അതുകൊണ്ട് ഉത്തരവാദിത്വമില്ല. പക്ഷേ ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ അംഗമാണ്. കാരണം അയാൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച ആളായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം എന്താ, പാർലമെൻറ്റ് ലീഡറുമാണ്. അതുകൊണ്ട് അയാൾക്ക് എന്തുണ്ട്, പാർലമെൻറ്റിനോട് ഉത്തരവാദിത്വം ഉണ്ട്. അടുത്തത്, ദ പ്രസിഡന്റ് ഈസ് ഹെൽപ്ലെസ് ഇഫ് ദ കോൺഗ്രസ് ഈസ് എഗൻസ്റ്റ് ഹിം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് നമുക്കൊരു വീക്ക് പോയിന്റ് ആയിട്ട് കാണാം. ഇപ്പോൾ കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ട് വന്നാൽ പിന്നെ അയാൾക്ക് അവിടെ എന്താ, നിർവാഹമില്ല. കാരണം കോൺഗ്രസ് ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുറത്തു പോയേക്കത്തുള്ളൂ ഇയാൾ. ബട്ട് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ആൾവേസ് പവർഫുൾ ബിക്കോസ് ഹി ഈസ് ദ ലീഡർ ഓഫ് പാർലമെൻറ്റ്. പക്ഷേ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എന്താ, അദ്ദേഹം എപ്പോഴും പവർഫുള്ളാണ്. കാരണം ആ പാർലമെൻറ്റിൻ്റെ പിന്തുണ ഉള്ളിടത്തോളം കാലം അയാൾക്ക് എന്ത് ചെയ്യാം, നിലനിൽക്കാൻ കഴിയും. പക്ഷേ അമേരിക്കയിലാണെങ്കിൽ എന്താ, ഇംപീച്ച്മെൻറ്റ് വന്നാൽ ഇയാൾക്ക് പുറത്തു പോയി എത്തുള്ളൂ. ഇതിന് അടുത്തത് ഇംപീച്ച്മെൻറ്റ് വന്നാലും കൺവിക്റ്റഡ് ആണ് തെളിയിക്കണം. അതായത് ഭൂരിപക്ഷം എന്ത് ചെയ്യണം ഉണ്ടായിരിക്കും. സെനറ്റ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യണം, ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താ പുറത്താക്കാണ്ട് കഴിയത്തുള്ളൂ. ഇനി ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദി ക്യാബിനറ്റ് ആൻഡ് കൺസിഡർ the advice of the cabinet, but the US cabinet is what are the president wants to be. അപ്പം പ്രൈം മിനിസ്റ്റർ എന്ന് പറയപ്പെടുന്നത് എന്താണ്, ക്യാബിനറ്റിൻ്റെ ഹെഡാണ്. അതുകൊണ്ട് ക്യാബിനറ്റിൻ്റെ ഉപദേശം ആര് സ്വീകരിക്കണം, പ്രധാനമന്ത്രി സ്വീകരിക്കണം. പക്ഷേ US ക്യാബിനറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് എന്താണോ പറയുന്നത് അത് തന്നെയാണ്. ഇനി ദി US പ്രസിഡന്റ് മേക്ക് അപ്പോയിൻറ്റ്മെൻറ്റ്സ് ആൻഡ് സൈൻ ട്രീറ്റീസ്. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ കഴിയാം, US-ലൊരു പ്രശ്നം വന്നില്ലായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതിനെന്തോ പ്രോബ്ലം വന്നപ്പം പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വായിച്ചായിരുന്നു, ജസ്റ്റ് ഓർക്കുന്നില്ല അതിനെക്കുറിച്ച് കറക്റ്റായിട്ട്. ചില സാഹചര്യങ്ങളിൽ അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. കാരണം സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ചിലപ്പോൾ പവർഫുൾ ആയാൽ ഇപ്പോൾ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ ഒരു ഇഷ്യൂൻ്റെ പേരിൽ ഇയാൾക്കെതിരെ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാം, അങ്ങനെ ഇംപീച്ച്മെൻ്റ് ആവാം. അപ്പം അങ്ങനെയുള്ള ക്രൂഷ്യൽ തീരുമാനങ്ങളൊന്നും എന്താ ഡയറക്റ്റായിട്ട് US പ്രസിഡന്റ് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എടുക്കാൻ കഴിയത്തില്ല. അടുത്ത നമുക്ക് നോക്കാം. ദി US പ്രസിഡന്റ് മേക്ക് അപ്പോയിൻറ്റ്മെൻറ്റ്സ് ആൻഡ് സൈൻസ് ട്രീറ്റീസ്. ട്രീറ്റി സൈൻ ചെയ്യാം, അപ്പോയിൻറ്റ്മെൻറ്റ് നടത്താം. ദാറ്റ് ആർ സബ്ജക്റ്റഡ് ടു ദ സെനറ്റോറിയൽ കേർട്ടസി. നമ്മൾ പറഞ്ഞതാണ് എന്താ, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാൾ എന്തായിരിക്കണം, സെൻട്രൽ കേർട്ടസി, സെനറ്റിൻ്റെ അറിവോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രീറ്റീസ് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത, പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഈസ് സബ്ജക്റ്റഡ് ടു ദ സിഗ്നേച്ചർ ഓഫ് ക്യൂൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആരുടെ, ക്യൂവിൻ്റെ അതാണ് സമ്മതമാണ് വേണ്ടത്. ഇനി ദ പ്രസിഡന്റ് ഓഫ് USA ഈസ് കമാൻഡർ ചീഫ് ഓഫ് ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സിൻ്റെ സർവ്വസൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്. പക്ഷേ ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഈസ് നോട്ട് ദ കമാൻഡർ ചീഫ്. ബ്രിട്ടനിലെ കമാൻഡർ ചീഫ് ആരാണ്, ക്യൂനാണ്, ജോർക്കിംഗ്, ജസ്റ്റ് ലൈക്ക് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ. ഇതിനടുത്ത് the US president controlled the Bureau of Budget in the preparation of budget, but in British Chancellor of Exchequer prepare the budget. അപ്പോൾ ബ്രിട്ടനിൽ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ബ്യൂറോ ഓഫ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമിതിക്കൂടെ പറയുന്ന പേരെന്താണ്, ബ്യൂറോ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ കൺട്രോൾ ആർക്കുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്. പക്ഷേ ബ്രിട്ടനിൽ ഇങ്ങനെ പറ്റത്തില്ല. ഈ ബ്രിട്ടനിലെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാൻസലർ ഓഫ് എക്സ്ചെക്കർ. ഇവിടുത്തെ നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ അരുൺ ജെയ്റ്റ്ലിക്ക് തുല്യമാണ് എന്താ, ചാൻസലർ ഓഫ് എക്സ്ചെക്കർ എന്നാണ് പറയുന്നത്. അയാളാണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ദ US പ്രസിഡന്റ് ഡിറൈവ്സ് ഹിസ് അതോറിറ്റി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം കിട്ടുന്നത് എവിടെ നിന്നാണ്, അമേരിക്കയുടെ ഭരണഘടന പറയുന്ന അധികാരങ്ങളാണ് ആര് ഉപയോഗിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി അമേരിക്കൻ പ്രസിഡന്റ് എന്താണ്, പവർഫുള്ളാണ്. ഓൺ ദ അതർ ഹാൻഡ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഗെറ്റ്സ് അതോറിറ്റി ഫ്രം കസ്റ്റംസ് ആൻഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അധികാരം കിട്ടുന്നത് എങ്ങനെ, കസ്റ്റംസിൻ്റെയും കൺവെൻഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്രയും ഒരു 10 ഡിഫറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് എത്ര എന്താണ് കമ്പാരിസൺ ആണ്. ഷോർട്ട് നോട്ടായിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്.